പൂച്ച പൂച്ച ഏത് 1 2 3 മൂന്നെണ്ണത്തിനാണ് തട്ടിയത്. മൂന്നെണ്ണത്തിനെ ഒന്നിനെ വെട്ടിക്കൊന്നു, മറ്റൊന്നിനെ ഓടിച്ചിട്ട് കൊന്നു, വേറൊന്നിനെ കഴുത്ത് തിരിച്ചു കൊന്നു. വീർത്താൻ കിട്ടിയ അല്ല, ഇതിനൊന്നും ഞാൻ ഒരു പൂച്ചയ്ക്കും വീട്ടു കൊടുക്കില്ല. കോഴീനെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. നല്ല പോലെ വീട്ടിൽ നല്ല അസലായിട്ട് വരട്ടി വെച്ച ആവും എന്താ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിവാദങ്ങൾക്കൊന്നും ഞാനില്ല. അത് വിവാദങ്ങൾക്ക് ഞാനില്ല. ഇവിടുത്തെ അവരുടെ ടീച്ചർ, പ്രിൻസിപ്പാൾ ടീച്ചറും വാതിലടച്ചിട്ട് എന്താ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. പിന്നെ കുറെ പ്രകൃതി സ്നേഹികൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടില്. ഓ, നിലത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അവിടെ പുല്ല് ചവിട്ടി കേട് വരുത്തുന്നു നമ്മളൊക്കെ. എന്നിട്ട് ഇവന്റെ ഒക്കെ വീട്ടിലിരിക്കണം മരത്തിന്റെ തടി കണ്ടാണല്ലോ കേട്ടു. നമ്മള് കറണ്ട് ഇല്ലാണ്ട് വല്ല പരിപാടി നടക്കും നമ്മുടെ നാട്ടില്? നടക്കും വല്ല പരിപാടി കറണ്ട് ഇല്ലാണ്ട്? ഒന്ന് ആലോചിക്കും. പിന്നെ പ്രകൃതി സ്നേഹികളുടെ വലിയ വർത്താനം കേട്ടിട്ട് കുറെ ബഹളം ഉണ്ടാക്കണല്ലോ, എവിടേക്കാണ്? എന്നിട്ട് അതിനെന്തെങ്കിലും മറുപടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തെറി, അവൻ ചെയ്യണത് ന്യായം. ഇതെവിടെയാണ് ന്യായം? അത് ചോദിക്കുന്നു. നിങ്ങൾ നാട്ടുകാർ കുറെ ആൾക്കാരുണ്ടല്ലോ അവിടെ. എന്ത് നോക്കിയിട്ടായിരിക്കണം നിങ്ങളൊക്കെ? നിങ്ങളൊക്കെ വായലെന്താവും മറ്റേ കുണ്ട തിരികരിക്കാണ് ചോദിക്കും നിങ്ങൾ അവരോട്. അല്ലാണ്ട് എന്റെ വർത്താനം മാത്രം കേട്ടിരുന്നാ പോരാ. ഇവിടെ വെറുതെ കൈയടിച്ച് പാസ്സാക്കിയിട്ട് കാര്യമില്ല, കാര്യങ്ങൾ അന്വേഷിക്കണം. നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് നായകളെ, അത് മനസ്സിലാക്കുന്നത്. വിഡ്ഢികൾ നമ്മൾ, പമ്പര വിഡ്ഢികൾ നമ്മൾ, നുണകൾ കേട്ടു മയങ്ങിയ മണ്ടന്മാർ, ജന്മം ഉലച്ച കോന്തന്മാർ, ജന്മം ഉലച്ച കോന്തന്മാർ. ഹലോ, അതെ പാർട്ടി ഓഫീസാണ്. ആ പറഞ്ഞോളൂ സാർ. ആ സാറ് ഒന്ന് പുറത്തുപോയി സാറേ. 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ആ ഫോൺ എടുക്കാൻ മറന്നുപോയിന്ന് തോന്നുന്നു. ആ പറ. ശരി, പറഞ്ഞേക്കാം. കാഞ്ഞാർ MLA വന്ന ഉടനെ സാറിനോട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തെറി വിളിക്കാനായിരിക്കും, അതിലും ഭേദം ശീതള. ഹലോ, അല്ല പാർട്ടി ഓഫീസ് അല്ല, സപ്ലൈകോ ചാനലിൽ നിന്ന്. അങ്ങനെ എല്ലില്ലാതെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറയും. അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മളാണ്. ഇതിപ്പോ നമ്മളെ പോലെയുള്ള പാർട്ടി പ്രവർത്തകർക്കും കൂടി ഇത് നാണക്കേടാ. ഇതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്ക് ശാസിക്കാം. ഇതിപ്പോ ശാസന തന്നെ കുറെ പ്രാവശ്യമായി. മുഖ്യനോട് ഞാൻ അന്നേ പറഞ്ഞതാ, ഇയാളുടെ പേര് മന്ത്രിയാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ ഇത് ഭാവിയിൽ നമുക്ക് തലവേദനയാവും. അപ്പോൾ മുഖ്യൻ പറഞ്ഞ എന്താ അറിയാമോ? ഇല്ല, ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല, അയാൾ സത്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മുഖ്യനെ വിളിച്ചപ്പോ മുഖ്യന്റെ ഫോൺ ഓഫാണ്. ജനസംസാരം ഇതൊന്നുമല്ല. പാർട്ടിക്കും പാർട്ടി സെക്രട്ടറിക്കും കഴിവില്ലാത്തതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ അഴിഞ്ഞാറുന്നതെന്നാ പറയണേ. ഈ പറയുന്നവരിവിടെ വന്ന് സെക്രട്ടറി ആയിട്ട് ഇരിക്കട്ടെ, അപ്പൊ അറിയാം. ഹലോ, ആ ശരി സാറേ, ശീതളൻ സാറ് താഴെ എത്തിയിട്ടുണ്ട്. ഓ ഉണ്ണേ, എന്താ സാറേ? താൻ ആ വാതിൽ രണ്ടൊന്ന് തുറന്നു വെച്ചേക്കും, ശീതളം വരുന്നുണ്ട്. ഇനി അതെങ്ങാനും അടഞ്ഞു കിടന്ന അയാൾ പറയും ഇവിടെ മറ്റെന്തെങ്കിലും നടക്കണമെന്ന്. തുറന്നു വെക്കണോ? പോയി, അതൊന്ന് തുറന്നു വെച്ചേക്കും. ഹലോ, അല്ല പാർട്ടി ഓഫീസ് അല്ല, പറഞ്ഞില്ലേ സപ്ലൈകോ ആണെന്ന്. നിങ്ങൾ നമ്പർ നോക്കി വിളിക്കൂ. വീണ്ടും ചാനലിൽ നിന്നാ. ഒരു വലയിട്ട ഇവിടെ നിന്ന് ചാകരല്ലേ, ഇഷ്ടം പോലെ കിട്ടുമല്ലോ അപ്പുറത്ത് നിറയ്ക്കാനുള്ളത്. എന്താണ് ശീതളനാശാന്റെ ഉദ്ദേശം? എന്താ സാർ ഉദ്ദേശിക്കുന്നത്? പേരിന്റെ കൂടെ ആശാനെന്നും കൂടെ ഉള്ളത് കൊണ്ട് വായി വരുന്ന എന്തും വിളിച്ചു പറയാമെന്നാണ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് അറിയാമോ? നിങ്ങളൊരു മന്ത്രിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് നിങ്ങൾ.
അവരെ വായി വരുന്ന എന്തും വിളിച്ചങ്ങ് പറയുക, പ്രത്യേകിച്ച് സ്ത്രീകളെ. അത് നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകണം, നമ്മൾ പ്രസംഗിക്കുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകണം സാറേ. അത് നിയന്ത്രിക്കണം, അത് ശരിയല്ല. അത് ആരാ നിയന്ത്രിക്കേണ്ടത്? ഞാനാണോ? അല്ല ഞാൻ തന്നെ. ശരിയല്ലല്ലോ അങ്ങനെ വിളിച്ചു പറയുന്നത്. എല്ലതും വിളിച്ചു പറയാൻ പാടില്ലല്ലോ. നമ്മുടെ കൂടെ ബാക്കിയുള്ള മന്ത്രിമാർക്കൊന്നും ഈ ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ, അതാ ഞാൻ ആലോചിക്കുന്നത്. ഈ ആവേശം എനിക്ക് മാത്രമേ ഉള്ളൂ. ഈ ആളുകളായിട്ട് നമ്മൾ ഓരോന്ന് സംസാരിക്കുമ്പോൾ ആളുകൾ അവർ വോട്ട് തന്നിട്ടാണ് സാറേ ഞാൻ ജയിക്കണത്. അങ്ങനെ ജയിച്ചൊരു മന്ത്രി സ്ഥാനത്തൊക്കെ ശരി, പക്ഷെ അവരൊരു സത്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളത് പറയണ്ടേ? നമ്മൾ സത്യസന്ധമായിട്ടാണ് വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ആ ആവേശത്തെ നമ്മൾ പറഞ്ഞു പോവാണ്. അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ഈ നാളുകൾക്ക് അത് മനസ്സിലാക്കാൻ പോരാത്. ഈ തടികൾക്ക് എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ സത്യസന്ധമായിട്ട് ആൾക്കാരുടെ അടുത്ത് മറുപടി പറയണം, അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് സീറ്റിൽ കയറി ഇരുന്നാൽ പോരാ. ഈ കാര്യം തന്നെയാണ് ഞാൻ എല്ലാ ആളുകളുടെ അടുത്തും പറയണത്. അത് പറഞ്ഞു കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞോ? കഴിഞ്ഞു. വർഷം കുറെ ആയില്ലോടോ. താനിനി എന്നാ നന്നാവുന്നേ? അതന്നെ ഞാൻ ആലോചിക്കണത്. എന്നെ തല്ലണ്ട മാവാ, ഞാൻ നേരാവില്ല എന്ന് പറഞ്ഞില്ലേ? അതേ മര്യാദ എൻ്റെ സ്ഥിതി. ഒന്നും പറയണ്ട. നീ നിലയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ അങ്ങനെയാണ്. നാട്ടുകാർ മുഴുവൻ കേൾക്കില്ലേ ഉള്ള സത്യങ്ങൾ മുഴുവൻ. താൻ പറയുന്നത് കേട്ടതൊന്നും തെറ്റ് ചെയ്തത് വേറെ ആരാണെന്ന്? അല്ല, ഞാൻ തന്നെയാണ്. വേറെ എന്തോരം പാർട്ടി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലെങ്ങാനും വർക്ക് ചെയ്തുവിടായിരുന്നോ? ഇതിൽ തന്നെ വന്ന് പെട്ടല്ലോ. പെട്ടു. അല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ പെട്ടിരിക്കുന്നത് ഞങ്ങളാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലോ സാറേ? എന്താ ഇത്ര ധൃതി? ഇല്ല, ഇന്ന് 2 പ്രസംഗ വേദികളുണ്ട്. അതാണ്. എവിടെ? എൻ്റെ ജില്ലയിൽ തന്നെയാണ്. അത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു സംഘടനയുടെ. സ്ത്രീകളുടെ ഉന്നമനത്തിന് ഓ പ്രസംഗിക്കാൻ താനിനി ഒരിടത്തും പ്രസംഗിക്കുന്നില്ല. സാറേ, സ്ത്രീകളുടെ കാര്യമാണ്. ഇനി പോവാണ്ടിരുന്നത് അത് വേറെ വല്ല പ്രശ്നമായി തീർന്നാലോ? താൻ പോയാലേ അതിലും വലിയ പ്രശ്നമാവും. അത് വിളിച്ച് ക്യാൻസൽ ചെയ്തേക്കും. എനിക്ക് താല്പര്യമുള്ള കേസല്ല. എന്നാലും സാർ പറഞ്ഞ സ്ഥിതിക്ക് അത് ഞാൻ മാറ്റാണ്. എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾ വിചാരിക്കണ്ട. പാർട്ടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള മാറ്റാണോ സാർ ഉദ്ദേശിക്കുന്നത്? അതേതായാലും പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളുടെ ഈ സ്വഭാവവും ഈ രീതിയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് പാർട്ടി ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്, സത്യശീലൻ. കുഴപ്പമില്ല, അയാളുടെ ശീലം മാറാഞ്ഞാൽ മതി. സാർ നമസ്കാരം. ഓ നമസ്കാരം. എന്റെ പേര് പ്രൊഫസർ സത്യശീലൻ. ഒരു വക ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ആളുകളെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ എന്റെ ക്ലാസുകൾ സഹായിച്ചിട്ടുണ്ട്. അതായത് ഞാനും ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയാത്ത ആളാണ്. അങ്ങനെയില്ല, ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ആളുകളെയും അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്. ഓ എന്നാ നമുക്ക് ക്ലാസുകൾ ആരംഭിച്ചാലോ? ഓ ആരംഭിക്കാം. സാർ, അങ്ങയോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഓ അങ്ങതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയണം. സാർ, അങ്ങ് ആരാണ്? ഞാൻ ആരാന്നറിയാണ്ടാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ അങ്ങോട്ട് കയറി വന്നത്. അതെനിക്കറിയാം സാർ. എന്നാലും അങ്ങ് ആരാണ്? ഇതെന്താ നിങ്ങൾ ചോദിക്കണത്? അങ്ങ് ഒരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, ഒരു സഹോദരനാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്, ജനനേതാവാണ്, മന്ത്രിയാണ്. കറക്റ്റ് സാർ? അത് കറക്റ്റാണ്. വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്കത് ആലോചിക്കാൻ നേരില്ലല്ലോ. എന്റെ പെരുമാറ്റം എല്ലായിടത്തും ഒരേ പോലെയാണ്. വീട്ടിൽ പെരുമാറുന്നത് പോലെ, ഭാര്യയോടും കുട്ടികളോടും പെരുമാറുന്നത് പോലെ ഒരിക്കലും നമുക്ക് ഒരു പൊതുസമൂഹത്തിൽ പെരുമാറാൻ സാധിക്കില്ല. അവിടെ പെരുമാറുന്നത് പോലെ ആയിരിക്കരുത് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ പെരുമാറേണ്ടത്. അതിനെല്ലാം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കണം. അതായത് എല്ലാ പെരുമാറ്റത്തിലും നല്ല കള്ളത്തരമാണെന്ന് അർത്ഥം. അതാണ് സംസ്കാരം. അതെങ്ങനെയാണ് സംസ്കാരമാണത്? എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ പറയണത്. സാർ ഒന്ന് എഴുന്നേൽക്കണം. ഒന്ന് എഴുന്നേൽക്കണം സാർ. എന്തിനാ? എനിക്ക് ശരീരഭാഷ ഒന്ന് പഠിക്കാനാണ്. അപ്പൊ നിങ്ങൾ എന്നെ വെച്ച് പഠിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു വലിയ മൈതാനം, മൈതാനത്ത് നിറയെ ആൾക്കൂട്ടം. അങ്ങ് അവരുടെ നേതാവാണ്. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒന്ന് സ്റ്റേജിലേക്ക് കടന്നു വരണം. ഒന്ന് കാണിക്കണം സാർ. ഇതെന്താണ് ഇവിടെ മിമിക്രി കളിക്കാമെന്നാണ്? അല്ല, ചെയ്യണം. ഞാൻ ഒരു മന്ത്രിയാണെന്ന്. മന്ത്രിയാണല്ലോ, അതുകൊണ്ടാണ് സാർ. പ്ലീസ്. എവിടുന്നാണ്? അവിടെ മതി. സാർ, ഇതിലൊരു കള്ളന്റെ ലക്ഷണമുണ്ട് സാർ. അതെ അതെ, അത് നമുക്ക് മാറ്റണം. നിങ്ങൾ പറഞ്ഞ് കാണിക്കുമ്പോ അങ്ങനെ ആവണതാണ്. ശരിക്കും അങ്ങനെ കള്ള ലക്ഷണമൊന്നുമില്ല. ഇപ്പോ അങ്ങ് ഞാനാണ്. എന്താ ശരിയാണ്?
ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെ ശരീരഭാഷ നമ്മൾ ഒതുക്കണം സാർ മന്ത്രിയാകുമ്പോ. അത് മന്ത്രിയാകുമ്പോ ഓ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുന്നു. മന്ത്രിയാകുമ്പോ നടക്കുന്നത് ഇങ്ങനെ കാണിക്കാൻ എങ്ങനെയാണ് മന്ത്രിയാവുന്നത്? ഇതൊക്കെ നമ്മുടെ ക്ലാസിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഞങ്ങൾ ജന്മനാൽ നമ്മൾ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാർ ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ നടക്കും. ഇതുപോലെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്? തീർച്ചയായിട്ടും സാർ. ഓ നന്നായി. സാർ ഇനി എന്നെ നോക്കി ഒന്ന് ചിരിക്കണം. എന്തിനാത് ചിരിക്കണം സാർ പ്ലീസ്. എന്തെങ്കിലും തമാശ എന്തെങ്കിലും പറയും നിങ്ങൾ, എന്നാലേ ചിരിക്കാൻ പറ്റുള്ളൂ. കടുക്കോ പിടുക്കോ പിത്താച്ചി, പിടുക്കോ കിടുക്കോ തവളാച്ചി. ഇതെന്താ തമാശയാണ് സാർ. നല്ല തമാശയാണ്. ചിരിക്കൂ സാർ പ്ലീസ്. ഞാൻ നോക്കട്ടെ, ഞാൻ ചിരിക്കാൻ പറ്റുന്ന നോക്കട്ടെ. ഓ പല്ല് കണ്ടോട്ടെ, നോ പ്രോബ്ലം. ഇത് പല്ല് കാണിക്കല് മാത്രമേ ആവുന്നുള്ളൂ സാറേ. പിന്നെ അങ്ങനെയാണ് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ ചിരിക്കാൻ പറഞ്ഞ ഒരു കാറില്ലാണ്ട് ചിരിക്കാൻ പറ്റുമോ മനുഷ്യന്? ഇതിൽ ചിരി വരുന്നില്ല. എന്ത് കഷ്ടം നോക്കുന്നത്, എന്ത് ചിരി ഉള്ളിൽ നിന്ന് വരണ്ടേ? ഇങ്ങനെ ചിരിക്കണം സാർ. നാളെ മുതൽ സാറിന്റെ ആ ചിരി ഉണ്ടല്ലോ, അത് വേണ്ട, ഇത് മതി. ഓക്കെ. ഓ ഇനി അടുത്തതായി സാർ ഒന്ന് പ്രസംഗിച്ച് കാണിക്കണം. ഇതെന്റെ ഏത് പ്രസംഗം നിങ്ങൾക്ക് കേൾക്കേണ്ടത്? ജൈവ പച്ചക്കറി കൃഷിയെ കുറിച്ചിട്ട് സാറ് ഇപ്പൊ അടുത്ത് പ്രസംഗിച്ചല്ലോ, അതായാലും മതി. പാർട്ടിയുടെ തീരുമാനമായി പോയി. പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മളിന്നവിടെ കൂടിയിരിക്കുന്നത് പച്ചക്കറി ക്ഷാമം പരിഹരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഏതെങ്കിലും തേണ്ടി അവനവന്റെ മുറ്റത്ത് ഒരു കമ്പ് കുത്തിയിടുന്ന ശീലം ഉണ്ടോ? എവിടുന്നാണ് ഇതൊക്കെ പരിഹരിക്കുന്നത്? കാരണം പാണ്ടികൾ കയറ്റി വിടണം, വിഷം തെളിച്ച പച്ചക്കറി തീരാനാണ് ഇവിടുത്തെ നാറികൾക്ക് താല്പര്യം. ഈ കളത്തണ്ടികൾക്ക് എന്താണ് ഇവിടെ നല്ല പച്ചക്കറികൾ നട്ടിട്ട് സ്വന്തം നാട്ടിൽ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് ജീവിക്കണത്? ഈ വിഷം തിന്നട്ടെ കളനാറികൾ, നായ്ക്കള്. കാരണം പാണ്ടികൾ ഉണ്ടാക്കുന്ന പച്ചക്കറി കൊണ്ടുവന്നിട്ട് അത് തിന്നിട്ട് വിഷം അകത്ത് കയറ്റിട്ട് ആശുപത്രിയിൽ പോയി കിടക്കാൻ സകല തെണ്ടികൾക്കും കഴിയും. ഒരാട്ട മാമനന്റെ മുറ്റത്തൊരു പച്ചമുളകിന്റെ തൈ നടില്ല. ഇതാണ് ഇവിടുത്തെ വലിയ പൗരന്മാര്. ഗവർണർ പറഞ്ഞ ഈ തണ്ടികൾ ആദ്യം ഇറങ്ങി തിരിക്കേണ്ടത് അവനാന്റെ നാട്ടിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്. ഇതൊന്നും ചെയ്യാൻ ഇവർ ആരും തയ്യാറല്ല. ഉണ്ടായിരുന്ന കുളങ്ങളൊക്കെ മണ്ണിട്ട് തീർത്തു. എന്നിട്ട് പിന്നെ അവസാനം വന്നിട്ട് പറയാൻ കുടിക്കാൻ പാടില്ല. എന്താ മതിയാ നിങ്ങൾക്ക്? ഈ അത് വേണ്ട സാർ. ആകെ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ കാണിച്ചുള്ളതാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാനൊന്നും പറ്റില്ല. അത് വളരെ ബോറാണ്. ഏത് ഇത് അതിനെ പിന്നെ നിങ്ങൾ കാണിച്ചാണ് നല്ലത്. അല്ല അത് ഇനി വേണ്ട സാർ, അത് വേണ്ട. ഏതാ വേണ്ട? ഏതാണ് മതി? അതാണ് മതി. മാങ്ങാത്ത പ്രസംഗം. സാർ എനിക്ക് ഇത്രയും നേരത്തെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി സാർ. എന്താണ്? സാറിന് നടക്കാൻ അറിയില്ല, ചിരിക്കാൻ അറിയില്ല, നോക്കാൻ അറിയില്ല, പെരുമാറാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, പ്രസംഗിക്കാനും അറിയില്ല. ആകെ അറിയാവുന്നത് കുറെ പച്ചത്തെറികൾ മാത്രം. സാറിന് സംസ്കാരമേ ഇല്ല സാർ. എടാ കള്ളൻ നായേ, ആരാണെന്ന് നിന്റെ വിചാരം? നീ എടാ ഒരു മന്ത്രിയാണ് ഞാൻ. നീ വലിയ ക്ലാസ് എടുക്കണ ആളാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നല്ലോ. എന്ത് സംസ്കാരമാണ് തെണ്ടി നിനക്കുള്ളത്? നീ നിന്റെ വീട്ടിൽ ഇങ്ങനെ നടക്കും, നിന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ നടക്കും. എന്ത് തലപ്പാണ് നായത്? മാറി നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? സർക്കാരിന്റെ കാശ് പിടുക്കാൻ വേണ്ടിട്ട് അവിടെ കള്ളത്തരം കാണിച്ച് നടക്കല പട്ടി തെണ്ടി. നീ നിന്റെ വീട്ടുകാരുടെ നാട്ടുകാരുടെ ഒക്കെ പറ്റിക്കല പട്ടി അല്ലേ? എന്നിട്ട് എനിക്ക് സംസ്കാരിക്കാന്ന് പറയണം നായ. നീ അടിക്കുന്ന പഞ്ഞി അങ്ങനെ ഈ ജാതി തൊഴിലാണ് തണ്ട പോണം നാറി. സോറി. എന്ത് സോറി? ഇതാണ് നിന്റെ ബിഹേവിയർ പഠിപ്പിക്കല്. എനിക്ക് ഭാര്യ കുട്ടികളൊക്കെ ഇത് ഭാര്യ കുട്ടികൾ തന്നെ കൊല്ലി. ഞാൻ തന്നെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായി പോയി. എനിക്ക് രണ്ട് കാര്യം തല്ലി മുറിക്കാൻ അത് സംസ്കാരം ഇല്ലാന്ന് എനിക്ക്. എന്താ നീ മനസ്സിലാക്കിയത്? കള്ള നായ. എനിക്ക് നേരത്തെ പോയി. അതാണ് അത് വീട്ടിലായിരിക്കും. എന്തിനെ നീയൊക്കെ വിചാരിക്കണ മാതിരി ഏതെങ്കിലും ഒരു ഇതൊന്നും വന്ന് കയറിയല്ലേ ഞാൻ മന്ത്രിയാണ്. ഞാൻ ആരെനിക്ക് അറിയോ? സിലിണ്ടറായി കുത്തിപ്പൊടിക്കുക ഞാൻ നായ. എന്നെ പഠിപ്പിക്കാൻ പോയി. എനിക്ക് സംസ്കാരം പഠിക്കും. ഇതല്ല ഇതിൽ വലുത് കണ്ടതാ. പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. സൂതൻ സാറേ,
ഇപ്പൊ 9 ഓവറിൽ 2 വിക്കറ്റ് തെറിച്ച് ഒരെണ്ണത്തെ റണ്ണൌട്ടാകാൻ നിൽക്കണം. ഈ കണക്കിന് 5 കൊല്ലം മന്ത്രിസഭ നിൽക്കുവോ? ഒരു രക്ഷയില്ലാച്ചിട്ടാടോ കഴിഞ്ഞ മന്ത്രിസഭ എങ്ങനെ പല കാരണം ഉണ്ടായിട്ടും മന്ത്രിമാർ കടിച്ചു തൂങ്ങിയതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇവര് അധികാരത്തിൽ കയറി. ഇവര് അതുപോലെ ചെയ്താൽ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ആ ഇരിക്കും ഇന്നത്തെ പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ ഒരു പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എന്താണെന്നറിയില്ല, എൻ്റെ സംസാരത്തിന് വല്ലാത്ത സംസ്കാരത്തിൻ്റെ കുറവുണ്ട്. ഇത്ര എന്താ കാരണം എനിക്കറിയില്ല. ഈ സംസ്കാരമൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ മന്ത്രി കസേരയിൽ എത്തിയത്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് മന്ത്രി ആയതിനു ശേഷം ഒരു പുതിയ സംസ്കാരമാണെന്നുള്ളത് എനിക്കറിയില്ല. അതെന്താണാവോ ആളുകൾ ഉദ്ദേശിക്കുന്നത്? ഈ വിവാദ പ്രസംഗത്തെക്കുറിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് പൊതുജനങ്ങൾ എന്ന് പറയുന്നതിൽ കൂടുതലും അങ്ങയുടെ ഭരണകക്ഷിയിൽപ്പെട്ട ഘടകകക്ഷികളാണ്. നമ്മൾ ഈ കൂടെ നിൽക്കുന്നവർക്ക് ഈ തൊഴുത്തി കുത്ത് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഈ തൊഴുത്തി കുത്ത് തന്നെയാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെയാണ് ഈ തള്ളികളുടെ പണി. സാറ് ഈ സംസാരിക്കുന്ന ഭാഷയാണ് ഇപ്പൊ പൊതുവെ വിവാദമായിട്ടുള്ളത്. അതിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. ഞാൻ എൻ്റെ നാട്ടുഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എനിക്ക് മന്ത്രിയായി അങ്ങോട്ട് കഴിയുമ്പോൾ വേറെ ഒരു പുതിയ സംസ്കാരം ഒന്നും ഉണ്ടാക്കിക്കൊണ്ടേ എനിക്ക് പറ്റില്ല. ഞാൻ വളരെ തുറന്ന മനസ്സോടാണ് സംസാരിക്കുന്നത്. അല്ല, അത് അങ്ങും CM മാത്രമാണ് അതിനെ അനുകൂലിച്ച് പറയുന്നുള്ളൂ അല്ലേ? സാറേ, ഇപ്പൊ ഒന്നാമത് കുട്ടികൾക്ക് ടിവിന്റെ മുന്നിൽ ഇരുന്ന് വാർത്ത കേൾക്കാൻ പറ്റുന്നില്ല. അതെന്താ കണ്ണു കാണാല്ലേ? അത്രയും വൃത്തികെട്ട ഭാഷയല്ല സാർ ഉപയോഗിക്കുന്നത്. ഓ അത് ശരി, എൻ്റെ ഭാഷ മോശമായിട്ടാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് നിങ്ങളെല്ലാവരും കൂടി ഫാഷൻ ചാനൽ വിളിച്ചു കൊടുക്കണല്ലോ, അതിനൊരു ആവശ്യമില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്നാമത്തെ കുട്ടികൾ വല്ല പോകോ ചാനലോ അല്ലെങ്കിൽ അങ്ങനെ വല്ല കാർട്ടൂണോ കാണിച്ചു കൊടുക്കും. ഈ വാർത്തയൊക്കെ കണ്ടിട്ട് ഇവർ എന്ത് കാണിക്കാനാണ്? അപ്പൊ കുട്ടികളുടെ GK വളരണ്ടെന്നാണോ സാറ് പറയുന്നത്? ആരാണോ അത് GK? എന്താണ്? സ്ത്രീകൾക്കെതിരെ വളരെ മോശമായ വാക്കുകളാണ് താങ്കൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഏറ്റവും അശ്ലീലമായ പദങ്ങൾ. എന്റെ പങ്കള, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളെപ്പോലുള്ള ആൾക്കാര് കണ്ണി കണ്ടത് വായ തോന്നുന്നതൊക്കെ ഈ മന്ത്രിമാരെ വിളിച്ചങ്ങോട്ട് പറയുമ്പോ പിന്നെ കയ്യും കെട്ടി നോക്കിക്കണം എന്നാണ് പറയണത്. മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്. അയാൾക്കുണ്ട് വികാരങ്ങളൊക്കെ. അയാളുടെ കാര്യങ്ങൾ അങ്ങനെ പ്രതികരിച്ച് പറയും. അപ്പൊ അത് മാത്രം അനാവശ്യം. നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്ത് വേണമെങ്കിലും പറയാന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണത്? സാർ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്, അപ്പൊ കുറച്ച് സംസ്കാരമൊക്കെ പാലിക്കേണ്ടി വരും. ഞാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് കയറി വന്ന് ഇതേപോലത്തെ സംസ്കാരത്തിന്റെ ഇടം കൂടെ വന്നിട്ട് തന്നെയാണ്. അല്ലാണ്ട് വെറുതെ പിടിച്ച് കയറ്റിയിരുത്തോന്നല്ല ഇവിടെ. അങ്ങനെ സാറിന് പറ്റിലേക്ക് ഇറങ്ങി പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്തിനാണ് ഞാൻ ഇറങ്ങി പോകുന്നത്? നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ ഇറങ്ങി പോയി. ഇത്രയേറെ പ്രതിഷേധങ്ങൾ സാറിനെതിരെ ഉണ്ടായിട്ട് സാറിനൊന്ന് രാജിവെക്കാൻ തോന്നാത്ത എന്താ? എവിടെ ഇയാൾ വരുന്നത്? എന്താണ് വായ തോന്നിയത്? നേരത്തെ അങ്ങോട്ട് രാജിവെക്കാണ്. ഒരു മന്ത്രിയായിട്ടാണ് ഇയാൾ സ്ഥാനത്തിരിക്കുന്നത്. വെറുതെ താരൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ രാജിവെക്കാൻ ഒന്നാമത് ഇതൊക്കെ ചോദിക്കാൻ ആരാണ്? അയ്യോ സാർ, ഇദ്ദേഹത്തെ അറിയില്ലേ? ഇദ്ദേഹം പ്രശസ്ത കവിയും പത്രപ്രവർത്തകനുമായ മൊയ്തു കണ്ണങ്കണ്ടി. അതൊക്കെ വായിക്കണ്ടേ, നല്ല അറിയുള്ളൂ. ഇനിയിപ്പോ കണ്ടിയുടെ കാര്യങ്ങൾ വായിക്കാനാണ്. താൻ ഏത് കണ്ടിയാണെങ്കിലും ശരി, ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. താനൊക്കെ കവിത എഴുതുന്ന മാതിരിയല്ല രാജ്യം ഭരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കോട്ടെ സാറെ. കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം സാർ. എവിടുത്തെ മാന്യത? തന്റെ പേരിൽ തന്നെ മാന്യതല്ലോ. കണ്ണങ്കണ്ടിക്ക് പേര്